കൃത്യമായിട്ട് വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളത്, മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അത് കോൺട്രാക്ടർമാരുടെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, ഉദ്യോഗസ്ഥരുടെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, കൗൺസിലർമാരെ ഒക്കെ എല്ലാവരും. കാരണം നേരത്തെ മഞ്ജു ചേച്ചി സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നഗരസഭയുടെ എല്ലാ വർക്കുകളും കൃത്യമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം ഓരോ ദിവസം ഉദ്യോഗസ്ഥര മീറ്റിംഗ്, പല സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര മീറ്റിംഗ് ഒക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച രാവിലെ 9:30 എന്നുള്ള സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാറുണ്ട്. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോഴും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പരാതി വരുന്നതും ഈ മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളുടെ കാര്യത്തിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, പല കൗൺസിലേഴ്സും പലപ്പോഴും പറയാറുണ്ട്, കോൺട്രാക്ടർമാരുടെ പുറകെ നടക്കാറുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല, എഗ്രിമെന്റ് വെച്ച് കാലാവധി കഴിഞ്ഞ് സ്പിൽ ഓവർ കഴിഞ്ഞാൽ പോലും വർക്ക് ചെയ്യാറില്ല എന്നൊക്കെ പല ആളുകൾ പലപ്പോഴും. കാരണം കോൺട്രാക്ടർമാർക്ക് കൗൺസിലർമാരുടെ ഫോൺ കണ്ടാൽ അവരെടുക്കാത്ത സാഹചര്യമാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട്. കാരണം എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി പണി ചെയ്യുന്ന കോൺട്രാക്ടർമാരും ഇതിന്റെ ഇടയിലുണ്ട്. കാരണം അങ്ങനെ നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഞാൻ പാപ്പനംകോട് വാർഡിന്റെ കൗൺസിലർ ആയിരുന്നു. ആ സമയത്ത് ഒരു വർക്ക് ചെയ്യാൻ, അതായത് സ്പിൽ ഓവറും കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ പലതവണ ഒരുപാട് ആളുകൾ വീണു, അവിടെ ആക്സിഡന്റ് പറ്റി പലവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ കോൺട്രാക്ടറെ വിളിക്കും. അപ്പൊ ഈ അടക്കം എക്സി അടക്കം ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല. അവസാനം ഈ കോൺട്രാക്ടറുടെ വീട് പാർശാല അടുപ്പിച്ചാണ് കോൺട്രാക്ടറുടെ വീട്. ഞാനൊരു 3 തവണ കോൺട്രാക്ടറുടെ വീട്ടിൽ രാത്രി വരെ പോയിരുന്നു. എന്നിട്ട് പോലും ചെയ്യാത്ത സാഹചര്യം. വന്നിരിക്കുമ്പോ പറയും, ആ വീട്ടിൽ പോയിരിക്കുമ്പോ പറയും എന്തായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്ന് ചെയ്യും എന്ന് പറയും. ഞങ്ങൾക്കും കാരണം എക്സ്ക്യൂസസ് ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ബില്ലിന്റെ വിഷയമായിരിക്കും. ചില കോൺട്രാക്ടേഴ്സ് 10ഉം 20ഉം വർക്കുകൾ എടുത്തിട്ടിട്ട് ഒരു വാർഡിൽ പോലും ചെയ്യാത്ത കോൺട്രാക്ടർമാരുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിനും ഒക്കെ തന്നെ ഈ അനുഭവമുണ്ട്. കഴിഞ്ഞ തവണ തിരുവല്ലം വാർഡിലെ കൗൺസിലറായിരുന്ന സത്യവതി കൗൺസിലർ ഒരു കോൺട്രാക്ടർ 3 വർക്ക് എടുത്തിട്ട് 3ഉം ചെയ്യാത്ത സാഹചര്യം. ഒരൊറ്റ കോൺട്രാക്ടറാണ് ചെയ്തത്. ഇതേ കോൺട്രാക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് ഒരു 10-15 വർക്കുകൾ എടുത്തിട്ടുണ്ട് പല വാർഡുകളിലുമായിട്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും ചെയ്യാത്ത സാഹചര്യമായിരുന്നു. ഇതൊക്കെ കാരണം നമ്മുടെ വാർഡിലെ ആളുകൾ നമ്മളെ ജയിപ്പിച്ചു വിട്ടു. അപ്പൊ ഞാൻ പാപ്പനോട് വാർഡാണ്, ഇപ്പോ വെട്ടുകാട് വാർഡുണ്ട്, പല വാർഡുകളുമുണ്ട്. അവിടത്തേക്ക് ആളുകൾ നമ്മളെ വിജയിപ്പിച്ചു വിട്ടത് ആ വാർഡിന്റെ ശബ്ദമായി തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പൊ അവരെല്ലാം നമ്മളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാർഡ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നാൽ ആദ്യം വഴക്ക് പറയുന്ന അവിടുത്തെ കൗൺസിലർ, ഇത് ആരെവിടുത്തെ കൗൺസിലർ, ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് തന്നെയായിരിക്കും പറയുക. അപ്പൊ തെരുവ് നായ്ക്കളുടെ വിഷയമായി എല്ലാ വിഷയമായാലും ഫസ്റ്റ് അവർ പറയുന്നത് വിളിക്കുന്നതും ഒക്കെ തന്നെ കൗൺസിലേഴ്സിനെ ആയിരിക്കും. ഈ കൗൺസിലർക്ക് കണ്ണില്ലേ, കൗൺസിലർ എന്താ ഒന്നും ചെയ്യാത്തെന്താ, ഇവിടുത്തെ കൗൺസിലർ എന്താ ഇങ്ങനെ രാഷ്ട്രീയം കാണിക്കുന്നതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നീട് പരിപാടിയായി അവർക്കെതിരെ പ്രതിഷേധമായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എൻ്റെ കൂടെയുള്ള സഹ കൗൺസിലർമാരുടെ വിഷമമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാം അനുഭവിച്ചുള്ളത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് നമ്മളെ വർക്ക് എടുത്താൽ എഗ്രിമെന്റ് വെക്കുക, സെലക്ഷൻ നോട്ടീസ് കിട്ടിയാൽ ഉടൻ തന്നെ എഗ്രിമെന്റ് വെക്കുക, എഗ്രിമെന്റ് വെച്ച് 3 മാസമെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മേയർ വിശദമായിട്ട് സൂചിപ്പിക്കും.